മലക്കറികൾക്കൊക്കെ എന്താ വില? മനുഷ്യന് മാത്രം വിലയില്ല. 1 കിലോ വെണ്ടയ്ക്കയുടെ വില പോലും മനുഷ്യന്റെ ജീവനില്ല, അല്ലേ ചേട്ടാ? കൊച്ചുമൂപ്പു, നമ്മുടെ രാഘവൻ ചട്ടമ്പിക്ക് ഇപ്പൊ പഴയതുപോലൊരു ഉശിരില്ല, അല്ലയോ? അത് നേരാ. എങ്ങാണ്ടൂന്നോ വന്ന തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടതിന് ശേഷം ചട്ടമ്പിയുടെ മനസ്സങ്ങ് മാറി. വേണ്ട ചേട്ടാ, വാ. അങ്ങനെ അങ്ങ് പോയാലോ? അതോ നമ്മൾ തമ്മി ഇനിയും വേണോടാ? വേണം. ഇതുവരെ നീയല്ലേ നേടിയത്. ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കേണ്ടടാ രാഘവ. ആ പെണ്ണ് നിന്റെയോ എന്റെയോ അല്ല, ആദ്യം കിട്ടിയത് എന്റെ കയ്യിലാ. അവിടുന്ന് എന്നെ വെട്ടിച്ച് നീ കഴിക്കലാക്കി. അത് നിന്റെ മിടുക്ക്, സമ്മതിച്ചു. ഇനി കുറച്ചു ദിവസത്തേക്ക് എനിക്ക് വിട്ടുതാടാ. ചോദിച്ചാ തന്നില്ലെങ്കിലേ ചോദിക്കാതെ ഞാൻ തട്ടിപ്പറിക്കും, ഓർത്തോ? കൊച്ചേട്ട സമാനപ്പെട, വീട്ടിൽ പാ. ഒന്ന് ആലോചിച്ചാ എമ്പോക്കിയാണേലും ആ കൊച്ചുമൂപ്പൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നാട്ടുകാര് നമ്മൾ കേൾക്കാതെ പറയുന്നത് അവൻ മുഖത്ത് നോക്കി പറഞ്ഞു, അത്ര തന്നെ. ചാങ്കുഞ്ഞ്, ആ പെങ്കൊച്ചിന്റെ സ്ഥാനം എന്തുവാ നിങ്ങളുടെ വീട്ടില്? കുഞ്ഞിന്റെ ആരാ അവള്? അല്ലെങ്കിൽ അവിടെ ആരാ കുഞ്ഞ്? ഇനി ഒന്നും ആലോചിക്കാനില്ല. ആ കിട്ടുക്കണിയാരോട് പറഞ്ഞ് ഒരു നല്ല സമയം കുറിപ്പിക്കണം. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കഴുത്തേലോട്ടൊരു മിന്നും കെട്ടണം, ഒരു പുടവയും കൊടുക്കണം. പിന്നൊരുത്തനൊന്നും പറയാനില്ലല്ലോ. അതെ, അതാണ് അതിന്റെ ശരി. കൊച്ചാട്ടനും നിന്ന് എന്നാ മതി. താലിമാരെ സംഘടിപ്പിക്കുന്ന ഡയമണ്ട് ഏറ്റു. മീശ പോയാലും ഡയമണ്ട് ഡയമണ്ട് തന്നെ. ആടുതനാവൂല്ല കുട്ടി. എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എല്ലാരും കൂടെ അങ്ങ് സമ്മതിച്ചാ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ എന്റെയും കൂടെ അങ്ങ് നടത്താമായിരുന്നു. ഒരു പാഴ്ചെലവ് വേണ്ട. പാറ്റലവ് വേണ്ടേ? താൻ എന്നെ വാങ്ങിക്കേ. ഒരുമാതിരി പെരിച്ചാഴിയെ പോലെ തുരന്നു വരണം. എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട, അല്ലേ? ഒന്ന് മാറി തരണേ, ഒന്ന് മാറി തരണേ. ആഹാ, ഇങ്ങനെ ഇവിടെ നിന്നാ മതിയോ? അങ്ങോട്ട് കേറി ഇരുന്നാട്ടെ. നാസരി ചേട്ടാ, ആ ജാനുത്തള്ളയും കാർത്തി ഇവിടെ. ആ കാർത്തി തള്ളയും ഞാനും ഇവിടെ. മുഹൂർത്തത്തിന് സമയമായി. പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കി ഇവിടെ. ആ വായിക്കേ. ആ കുഴലിന് കുഴപ്പമൊന്നുമില്ല. വായിക്ക് വായിക്കേ. ചേട്ടാ, മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച താലിയാ. ആ പൊൻകുരിശിന്റെ മേളിലോട്ട് കെട്ടിക്കോ. 2 ദൈവങ്ങളുടെ ശക്തി ഉണ്ടാവും. കെട്ടിക്കോ. കൊരവാ കൊരവാ. ബോട്ട് കട വന്ന് ഇറങ്ങിയപ്പോ കേട്ടു നിന്റെ കല്യാണം കഴിഞ്ഞത്. ഓ, പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. പോട്ടെ, നീ എനിക്കത്ര വില കൽപ്പിച്ചിട്ടുള്ളെന്ന് മനസ്സിലായി. അങ്ങനല്ല മത്തായിച്ച, പെട്ടെന്ന് അങ്ങനെയൊക്കെ വേണ്ടി വന്നു. ഡൈമനെ വിട്ട് അന്വേഷിച്ചപ്പോ മത്തായിച്ച ആലപ്പുഴയാന്ന് അറിഞ്ഞു. അത് നേരെ. ഒരാഴ്ചയായിട്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ആലപ്പുഴയിലായിരുന്നു. ഇച്ചിരി കണക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നു. ഞാനേ നമ്മുടെ ജൗളിക്കട അങ്ങ് നിർത്തി. ഓ, കടം കൊടുത്ത് കട നടത്തി കടക്കാരനാവുന്ന എന്തിനാ? ഞാൻ കടയങ്ങ് പൂട്ടി. അതൊക്കെ പോട്ടെ, ഏതാ പെണ്ണെ? അത് ഒരു ക്രിസ്ത്യാനി കൊച്ച. എടാ വമ്പാ, അപ്പൊ നീ മതമൈത്രി നടപ്പിലാക്കി. ഇത് വെച്ചോ, അണ്ണാച്ചി അന്ന് വിട്ടതാ. വസ്തു കൊടുത്തതിന്റെ ബാക്കി ഒരാഴ്ച ചുമന്നുകൊണ്ട് നടക്കുക. പിന്നെ നുള്ളിപ്പെറുക്കി കളയാതെ വല്ല കൃഷിയോ കച്ചവടമൊക്കെ ചെയ്യേ. പണ്ടത്തെ പോലല്ല, വീട്ടിൽ പെണ്ണൊരുത്തിയുണ്ട്. നാളെ കൊച്ചുങ്ങളും ഉണ്ടാവും. അവസാനം വെള്ളം കുടിക്കാടിയാക്കരുത്. മതി മതി, വീട്ടിൽ ചെന്നാ ഊണ് കഴിച്ചിട്ട് പോവാം. നടക്ക. വീട്ടിൽ വരാതെ പോവാനോ? നിന്നെ കുടുക്കിയ മിടുക്കത്തി പെണ്ണിനെ എനിക്കൊന്ന് കാണണം. വാ വാ, ദേ ഒന്നിങ്ങോട്ട് വന്നേ. നാണമൊന്നും വേണ്ട, വളരെ വേണ്ടപ്പെട്ട ആളാ. ഒന്നിങ്ങോട്ട് വന്നേ. ഇത് മത്തായിച്ചൻ,
നമ്മുടെ പഴയ ഒരാളാ. മത്തായിച്ചു, ഇതാ പ്രതി. ഓ, ഒന്നും വിട്ട് ഇറങ്ങി വാ മോളെ. മത്തായിച്ചൻ കണ്ണ് കളിച്ചൊന്ന് കാണട്ടെ. കുഞ്ഞെന്നെ കണ്ടിട്ടുണ്ടോ? എന്നാ കുഞ്ഞിനെ എനിക്കറിയാം. സംസാരിക്കാൻ വേണ്ട കൊച്ചല്ലേ ഇത്? പെരുമ്പളയത്തെ അപകടത്തിൽ മരിച്ചു പിടിക്കുന്ന അദ്ദേഹത്തിന്റെ മോള്. ഒളിക്കാനൊന്നും നോക്കണ്ട. കുഞ്ഞിന്റെ തറവാട്ടിലെ അടക്കളക്കാരിയായിരുന്ന ഏലിച്ചെടുത്തിലെ മോനാ മത്തായി. കഴിഞ്ഞ കൊല്ലം ഞാൻ വീട്ടിൽ വന്നിരുന്നു. എന്റെ അമ്മച്ചി മരിച്ച പിന്നെ വല്ലപ്പോഴും അവിടെ വരുന്ന എന്നെ എങ്ങനെ കുഞ്ഞ് ഓർക്കാനാ? പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുമോ? ചേടാ, എനിക്ക് അന്നതൊന്നും എന്റെ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? മനസമ്മതത്തിന്റെ തലേന്ന് ഒളിച്ചോടി വെച്ചത് ഇവിടെ അല്ലയോ? മത്തായിച്ചൻ വന്നേ. എടോ, ഇതൊരു കുരിശ. കൊച്ചേതാണെന്നറിയാവോ? ഒരു കര മുഴുവൻ അടക്കി ഭരിക്കുന്ന തറവാട്ടിലെയാ. എടാ, നിനക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത കക്ഷിയാണെന്ന്. കുറെയൊക്കെ മനസ്സിലാക്കി തന്നെ മത്തായിച്ചാ ഞാൻ അവളെ കെട്ടിയത്. പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. പരമാവധി പറഞ്ഞു പോയിക്കോളാൻ. പോയില്ല. പിന്നെ അയക്കേണ്ടത് എനിക്കും തോന്നി. എന്റെ തണൽ വേണമെന്ന് തോന്നിയ ഒരു പെണ്ണിനെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റൂ? പറ്റണ്ട. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എടാ, നിനക്കറിയോ, കുറെ ചെറുത്താന്മാരുടെ നടുവിൽ ആ പെണ്ണിന് ചാടിപ്പോന്നിരിക്കുന്നേ. ഏത് നിമിഷം അവന്മാരെ തപ്പിപ്പിടിച്ച് ഇങ്ങ് എത്തും. അവളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവിടെ സ്വത്തോടുള്ള മോഹം കൊണ്ട്. എടാ, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് ആ പെങ്കൊച്ചിന്. അപ്പനും അമ്മയും ആകെ ഉണ്ടായിരുന്ന ആങ്ങളച്ചക്കനും വയനാട്ടിലെങ്ങാണ്ട് എസ്റ്റേറ്റ് നോക്കാൻ പോകുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞ് ഞങ്ങൾ തീർന്നു. സാധാരണ മരണമെന്നോ അപകടപ്പെടുത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓ, ഇതൊക്കെ ആർക്കറിയാം. എന്തായാലും ഇപ്പൊ കൊച്ചിന്റെ സംരക്ഷണ കൊളരാത്ത ബന്ധുക്കൾക്കാ. ഇവൾ ഊമയായി പോയതുകൊണ്ട് ഇവളുടെ ഭാവി കൂടെ നോക്കിയിട്ട് സ്വത്തിന്റെ അവകാശം മുഴുവൻ ഇവക്കൊണ്ടാണ് കൊച്ചുങ്ങൾക്കായിട്ട് ഇവിടെ അപ്പൻ എഴുതി വെച്ചിട്ടുണ്ട് പോലും. കൊള്ളാവുന്ന ഒരുത്തം വന്നു കയറിയാ പിന്നെ ഇവന്മാരെ കളിവല്ലം നടക്കുവോ? അതുകൊണ്ട് അവന്മാരായിട്ട് തന്നെ ഒരു കോമ്പനെ തപ്പിപ്പിടിച്ച് തലേ കെട്ടി വെക്കാൻ നോക്കി. എന്നാ പറ്റി? മനസമ്മതത്തിന് തലേന്ന് പെണ്ണങ്ങ് മുങ്ങി. എന്റെ പൊന്നി രാഘവ, പറഞ്ഞു കേട്ടറിഞ്ഞ് ഒടുവിൽ അവന്മാരിങ്ങെത്തും. വരട്ടെ. വരട്ടെന്നോ? എടാ, എന്തിനും പോകുന്ന കൂട്ടരാ. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ഞാനും, അറിയാമല്ലോ. എടാ കുഞ്ഞെ, നീ ആ കൊച്ചിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട. വരേണ്ടതൊക്കെ വരും മത്തായിച്ച, എവിടെ ആയാലും. പിന്നെ എനിക്ക് ജീവനുണ്ടെങ്കിൽ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കൊന്നും സംഭവിക്കില്ല, അങ്ങനത്തെ പേടിയില്ല. പേടിയൊക്കെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാ. ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാ നീ എന്റെ കൂരെ വന്നു പെട്ടത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടുതലൊന്നും ചോദിക്കാതെ നിനക്ക് ഞാൻ അഭയം തന്നത്. അറിയാതെ നമ്മൾ ഒത്തിരി അങ്ങ് അടുത്തു. നീ ഇത്രയും വലിയ വീട്ടിലെ പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീവിക്കാനുള്ള ആശ നഷ്ടപ്പെട്ട ഞാൻ ഈ കരയെ വന്നടിഞ്ഞത്. മറ്റുള്ളവരോട് വാശി തീർക്കാൻ മാത്രമാണ് പിന്നെ ഞാൻ ജീവിച്ചത്. അതിനിടയിൽ എപ്പോഴും നീ വന്നു കയറി. ഇറക്കി വിട്ടിട്ട് പോവാതെ നീ എന്റെ കൂരയിൽ തന്നെ നിന്നു. അപ്പൊ തൊട്ട് പിന്നെയും ഞാൻ സ്നേഹിച്ചു തുടങ്ങി. ജീവിക്കണമെന്ന് തോന്നി. അതിന് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഇല്ല. എന്റെ ഊമക്കുട്ടിയെ ഞാൻ ആർക്കും കുടിക്കില്ല.
എന്താ ഞാൻ ഇവിടെ ഒക്കെ നോക്കി. എന്തുവാന്ന്? എന്തുവാണോ? ആ കൊച്ചവിടെ കിടന്ന് ഛർദിക്കുന്നു. ഏ? ഒന്നും അറിയാത്ത പോലെ. കല്യാണം കഴിഞ്ഞ പെമ്പിള്ളാരെ 1-2 മാസം കഴിയുമ്പം ഛർദിക്കും, ക്ഷീണം തോന്നും. അതൊക്കെ നാട്ടു നടപ്പാ. നിന്ന് മിഴിക്കാതെ അങ്ങോട്ട് ഓടിച്ചല്ലേ. കുഞ്ഞരച്ഛനാകാൻ പോന്നു. എന്തുവാ മക്കളെ ഇത്?